45 വയസ്സുള്ള ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു സ്ത്രീയോടേക്ക് ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്നലെ വൈകിട്ട് 5:47 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. സമീപത്തൊരു കടയുണ്ട്. ആ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ശേഷം അവർ ഈ ഭാഗത്തു കൂടി, ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തു കൂടി വാഹനം റോഡ് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് ആ ഭാഗത്തു നിന്ന് അമിത വേഗത്തിൽ ഈ അജ്മലും അതുപോലെ തന്നെ വനിതാ ഡോക്ടറും കൂടി കാറിൽ സഞ്ചരിക്കുന്നു. അവർ നിയന്ത്രണം വിട്ട് ഈ ഭാഗത്ത് വെച്ച് ആ ബൈക്കിലുണ്ടായിരുന്ന രണ്ടുപേരെയും ഇടിച്ചു തെറിപ്പിക്കുകയാണ്. പക്ഷേ അതിനുശേഷവും അവർ കാറ് നിർത്താൻ തയ്യാറാകുന്നില്ല. ഇടിയുടെ ആഘാതത്തിൽ കുഞ്ഞുമോൾ കാറിൻ്റെ അടിയിലേക്ക് നേരെ ആകാശത്തേക്ക് തെറിച്ച ശേഷം അവർ നേരെ വന്ന് കാറിൻ്റെ അടിയിലേക്ക് വീഴുന്നു. അവർക്ക് ഉണ്ടായിരുന്ന സഹോദരൻ്റെ ഭാര്യ സുറുമി ആ എതിർഭാഗത്തേക്കാണ് വീണത്. പക്ഷേ ആ കാറ് നിർത്തി ആ കാറിൽ നിന്നിൻ്റെ അടിയിൽ നിന്ന് ഈ കുഞ്ഞുമോളെ എടുത്തു മാറ്റാനുള്ള ഒരു സാവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു സഹകരണം അജ്മലിൻ്റെ ഭാഗത്തുനിന്നും ഈ ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. നല്ല സ്പീഡായിരുന്നു. ഓണം മേടിക്കാൻ വന്ന് കയറി ഇടിച്ചിട്ട് ആ വണ്ടി പൊങ്ങി ഒരു 10 മീറ്റർ മുന്നോടെ വന്ന് വീഴുന്നത്. ഇവർ രണ്ടുപേരും വണ്ടിക്ക് മേലെ പൊങ്ങിയിട്ട് ഒരാൾ വന്ന് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഗ്ലാസ് വീണ്. അങ്ങനെയാണ് ആ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടാനുള്ള കാരണം. പൊട്ടിയിട്ട് ഒരാൾ ഫ്രണ്ടിലോട്ടും ഒരാൾ സൈഡിലോട്ടുമാണ് വീണത്. ഇടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് കൂവി പറയുന്നുണ്ട്, വണ്ടി എടുക്കല്ലേ. നമുക്ക് വലിച്ചെടുക്കാവുന്നതേ ഉള്ളായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചായിത്താൽ ഞാൻ കിട്ടും. പക്ഷേ അയാൾ ആരും പറയുന്നത് കേൾക്കാതെ 2-3 വെട്ടം ഇങ്ങനെ ഇട്ട് ഉരുട്ടി ഇത്തട പുറത്തുകൂടെ അങ്ങ് വണ്ടി എടുക്കുമായിരുന്നു. ഈ സ്ഥലത്ത് വെച്ചാണ് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ 3 തവണ അജ്മൽ കാറ് കയറ്റി ഇറക്കിയത്. അതിനുശേഷം അമിത വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു. ആ ഓടിച്ചു പോകുന്ന സമയത്ത് അജ്മലിനെയും വനിതാ ഡോക്ടറെയും പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമം പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാർ നടത്തി. ആ സമയത്ത് ഈ ഓട്ടോറിക്ഷ ഉപയോഗിച്ച് അയാളെ തടയാൻ വേണ്ടി ശ്രമിച്ചു. ആ ഓട്ടോറിക്ഷ ഇടിച്ച ശേഷം നേരെ സമീപത്തെ ഒരു മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെയാണ് അയാളും വനിതാ ഡോക്ടറും പിടിയിലാവുന്നത്. ഞാൻ കാരുകൂടെ കിഴക്കോട്ട് വരുമ്പോൾ എന്നെ ഒമ്പോണ്ട് മുക്കി വെച്ച എന്നെ ഇടിക്കേണ്ട വണ്ടി ഞാൻ തിരിച്ചുകൊണ്ട് ആ വണ്ടി മതിലെ പോയി ഇടിച്ചു. ആ ഇടിച്ചിട്ട് വീണ്ടും അപകടം ഉണ്ടാക്കിയ വീണ്ടും പടിഞ്ഞാട്ട് പോയി. റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ സ്കൂട്ടറിന്റെ മുൻഭാഗത്താണ് കാർ വന്ന് ഇടിച്ചത്. ആ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ സ്കൂട്ടറിന്റെ എതിർദിശയിലേക്ക് അവരുടെ കുഞ്ഞുമോളുടെ സഹോദരന്റെ ഭാര്യ വീഴുകയും കുഞ്ഞുമോൾ മറുഭാഗത്തേക്ക് വീഴുകയും ചെയ്തു. അല്ലാത്ത പക്ഷം രണ്ടുപേരും എതിർഭാഗത്തേക്കാണ് വീണെങ്കിൽ അപകടം ഉണ്ടാകില്ലായിരുന്നു. ഈ പിടികൂടിയ ആളിനെ സംബന്ധിച്ച് അയാൾ ഒരുപാട് കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള എന്തെങ്കിലും ഗൂഢമായ സംഗതികൾ ഈ കാറിൽ ഉണ്ടായിരുന്നോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുക. പ്രതിയാണ്. ചീറ്റിംഗ് കേസുണ്ട്, പിന്നെ ചന്ദനം മോഷണ കേസൊക്കെ ഉള്ളതാണ്. കൊല്ലം റൂറൽ SP-യുടെ നേതൃത്വത്തിൽ രണ്ടുപേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് ഇരുവർക്കുമെതിരെ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് പോയത്. അതിൽ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായിട്ടുള്ള നെയ്യാറ്റിൻകര സ്വദേശിനി ശ്രീകുട്ടിക്കെതിരെ പ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അതായത് ഈ ഡോക്ടറായിട്ടും അപകടത്തിൻ്റെ വ്യാപ്തി എത്രയാണ് എന്ന് അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ ആയിട്ട് പോലും അവർ വാഹനം മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകാനുള്ള പ്രേരണ അജ്മലിന് നൽകിയെന്നുള്ളതാണ് ഈ കേസിൽ ശ്രീകുട്ടിക്കെതിരായിട്ടുള്ള കുറ്റം. ഒപ്പം തന്നെ അജ്മലിനെതിരെ മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. ഒരാളെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വാഹനം കയറ്റിയിറക്കി എന്നുള്ള വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. ഒരു കസ്റ്റഡിയിലുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ്റെ കേസിൽ എനിക്ക് ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും പോലീസ് സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്യും. അതിക്രൂരമായ രീതിയിൽ നടന്ന ഒരു അപകടമാണ്, അല്ലെങ്കിൽ ഒരു കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് അജ്മലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഭൗസിയ എന്ന് പറയുന്ന അപകടത്തിൽപ്പെട്ട ആ സ്കൂട്ടർ ഓടിച്ചിരുന്ന ആ വ്യക്തിയുടെ വാക്കുകൾ. സാധനം മേടിച്ചിട്ട് ചേട്ടത്തി വണ്ടിക്കകത്തോട്ട് കയറി. ഞാൻ അപ്പുറം ഇപ്പുറം നോക്കി വണ്ടി വരുന്നുണ്ടോയെന്ന്. ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്. പക്ഷെ എന്തോ പെട്ടെന്ന് ഇതിലേക്കൂടെ കയറി വന്നൊന്നും ഓർമ്മയില്ല. എനിക്ക് പെട്ടെന്ന് വന്ന് ഇടിച്ചിടുമായിരുന്നു. ഇരു പ്രതികളുടെയും വൈദ്യപരിശോധനാ ഫലം അല്പസമയത്തിനുള്ളിൽ ലഭിക്കും. അതിൽ അറിയാൻ സാധിക്കും എത്രത്തോളം മദ്യം ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നുവെന്ന്. അതിനുശേഷമാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തണോ എന്നുള്ള കാര്യത്തിൽ പോലീസ് അന്തിമ തീരുമാനമെടുക്കുക. ശാസ്താംകോട്ടയിൽ നിന്ന് ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, ഇതൊരു സാധാരണ അപകടമല്ല, ശരിക്കും കൊലപാതകം തന്നെയാണെന്ന് പറയാം. ഒരു തവണ ഇടിക്കുന്നു, പിന്നീട് കാറ് കയറ്റി ഇറക്കുകയാണ് അദ്ദേഹത്തോടു കൂടി. തൊട്ട് അപ്പുറത്ത്, അതായത് തൊട്ട് കാറിൽ തന്നെ സഹയാത്രിക അത് പ്രേരിപ്പിക്കുകയും വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയും കാറെടുത്ത് മുന്നോട്ട് പോകാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അതിന് പ്രേരണ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഇനി കേസ് നടപടികൾ എങ്ങനെയാണ്?
ഈ കേസിൻ്റെ നടപടികൾ ഇപ്പോൾ മാസ്റ്റർ നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് പോലീസ് ഇനിയും വരാൻ പോകുന്ന ഒരു നടപടി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് ഡോക്ടർ ശ്രീകുട്ടിക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. അത് പ്രേരണാ കുറ്റമാണ്. പക്ഷേ അജ്മലിനെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പല്ല. ഭാരതീയ നിയമസംഹിത 105 വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അയാൾക്ക് കോടതി ജാമ്യം അനുവദിക്കാൻ സാധ്യതയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 3 മാസം മുമ്പാണ് ശ്രീകുട്ടിയും അതുപോലെ തന്നെ അജ്മലും തമ്മിൽ പരിചയപ്പെടുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ വെച്ചാണ് പരിചയം ഉണ്ടാകുന്നത്. അതിനുശേഷം അത് വലിയ സൗഹൃദമായി മാറുകയായിരുന്നു. അങ്ങനെയാണ് ഓണത്തോടനുബന്ധിച്ച് ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോവുകയും അതിനുശേഷം ഇത്തരത്തിലുള്ള മദ്യപാനമൊക്കെ നടത്തുകയും ചെയ്തത്. ഒപ്പം തന്നെ ഈ സ്ത്രീക്കുട്ടി നേരത്തെ വിവാഹിതയായിരുന്നു. വിവാഹബന്ധം വേർപെടുത്തിയ ഒരു വ്യക്തിയാണ്. അവർ കുറേയേറെ നാളുകളായി ഈ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായി ചികിത്സിക്കുകയാണ്. ആ വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുത്ത കാര്യം. ഈ ഡോക്ടറാണ് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഒരു രോഗിക്ക്, അപകടം ഉണ്ടാകുന്ന രോഗിക്ക് ഉണ്ടാകാൻ സാധിക്കുമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. എന്നിട്ട് പോലും വേണ്ട രോഗിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകാനോ അല്ലെങ്കിൽ വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയോ ചെയ്തില്ല. പകരം വാഹനം മുന്നോട്ടെടുത്ത് പോകാനുള്ള നിർദ്ദേശമാണ് ശ്രീകുട്ടി നൽകിയത് എന്നാണ് ഇപ്പോൾ പ്രദേശവാസികളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഒരാളൊരു അതിക്രമം കാണിക്കുന്നു, തീർത്തും ഹീനമായിട്ടുള്ള കുറ്റകൃത്യം നടത്തുന്നു, അതിന് കൂട്ടുനിൽക്കുന്നു കൂട്ടുകാരിയായിട്ടുള്ള ഒപ്പം യാത്ര ചെയ്യുക സ്ത്രീയും എന്നുള്ളതാണ് ഇതിലെ വലിയ കുറ്റകൃത്യത്തിന്റെ ഒരു ആഴം കൂട്ടുകയും ചെയ്യുന്നത്. എന്തായാലും അജ്മലും ശ്രീകുട്ടിയുമാണ് കേസിലെ പ്രതികൾ. കണ്ണൻ നായർ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.